ശ്രീലേഖ ഒപ്പം പ്രശാന്ത് ഒന്നിച്ചു. വിവാദമാക്കിയത് വേണോ? ഞാനിവിടെ 7 വർഷമായിട്ടിരിക്കുന്ന ആളാണ്. ആദ്യ ടൈമിൽ അവിടെ തന്നെയാണ് ഓഫീസ്. അന്ന് ഈ രൂപത്തിലല്ല. ഈ ചെയ്ത ഇതൊരു തുറന്ന ഹാളായിരുന്നു. ഈ പാർട്ടീഷൻ ഈ സമയം ഉണ്ടാക്കിയത് നമ്മൾ വാടകയ്ക്ക് എടുത്ത് എനിക്ക് സ്ഥലമില്ല. ഞാൻ ബാക്കിലോട്ട് മാർക്കാം. ചന്ദ്രനാണ് വിഷ്ണു വിഷ്ണു മൈക്ക് ആരെയും മാച്ചതാണ്. ഞങ്ങൾ തമ്മിൽ യാതൊരു കുഴപ്പവുമില്ല. ഞാൻ അഭ്യർത്ഥിച്ചെന്നേ പ്രശാന്ത് 3 മാസവും ആളുകൾ അല്ലാതെ വി കെ പ്രശാന്തും ശ്രീലേഖയും തമ്മിൽ കണ്ടുമുട്ടിയിരിക്കുന്നു. വളരെ നാടകീയ നിമിഷങ്ങളാണ്. കാരണം ഓഫീസ് വിവാദമാണ്. ഒരാൾ ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെടുന്നു, മറ്റൊരാൾ അത് തനിക്കും ഓഫീസ് വേണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ആ തർക്കത്തിനൊടുവിലാണ് പ്രശാന്തും ശ്രീലേഖയും തമ്മിൽ ഓഫീസിൽ വെച്ച് കണ്ടുമുട്ടി. എന്തായാലും തങ്ങൾ തമ്മിൽ തർക്കമില്ല, ബന്ധത്തിൻ്റെ പുറത്തുള്ള ആശയവിനിമയം മാത്രമാണ് നടന്നത്. ഇതാണ് ഇരുവരും പങ്കുവച്ച കാര്യം. എന്തായാലും ഈ തർക്കം അതൊരു വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് പോവാതിരിക്കാനുള്ള ഒരു ജാഗ്രതയാണ് ശ്രീലേഖയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ശ്രീലേഖ പാർട്ടി നിർദ്ദേശപ്രകാരമല്ല, അത്തരം ആവശ്യമുണ്ടായിരുന്നില്ല, മറിച്ച് പ്രശാന്തമായുള്ള ഒരു ആശയവിനിമയം ആണ് നടന്നത്. മറ്റു രാഷ്ട്രീയ താല്പര്യങ്ങളില്ലായിരുന്നു. നിലയ്ക്ക് സ്വാഭാവികമായിട്ടും പറ്റില്ലെന്ന് പറയണ്ടേ? അല്ലെങ്കിൽ ഞാൻ ഫോണിൽ കൂടി വിളിക്കുന്ന ആളിനോട് ആ ആവശ്യം അംഗീകരിച്ചു എന്ന് പറഞ്ഞ് നാളെ തന്നെ എല്ലാം എടുത്തുകൊണ്ട് പോകണമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അഭ്യർത്ഥനയായാലും യാചനയായാലും അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അത് സാധ്യമല്ല എന്നുള്ള നിലയ്ക്ക് മറുപടി നമ്മൾ വ്യക്തമാക്കുകയുണ്ടായിട്ടുണ്ട്. ശ്രീലേഖ പറഞ്ഞൊരു കാര്യം, ശ്രീലേഖ ഒരു സഹോദരി എന്നുള്ളതാണ് ഇപ്പോ ശ്രീലേഖ പറഞ്ഞത്. അവര് അതിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ദൃശ്യം കാണിക്കുകയും ചെയ്തു. അതായത് ഈ കോർപ്പറേഷൻ ഈ കെട്ടിടത്തിന്റെ പുറത്ത് ഏറ്റവും മുകളിലത്തെ താഴത്തെ നില കൌൺസിലറുടെ ഓഫീസിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതേക്കുറിച്ച് എന്താ അങ്ങേക്ക് പറയാനുള്ളത്? അല്ല, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. 2015-19 കാലത്ത് ഞാൻ മേയറായിരിക്കുമ്പോഴാണ് ഈ വാർഡ് ഓഫീസുകൾ കൌൺസിലർമാർക്ക് നൽകാൻ തീരുമാനിക്കുന്നത്. അന്ന് ഞങ്ങളെടുത്ത തീരുമാനം, സ്വന്തമായി കോർപ്പറേഷന്റെ കെട്ടിടം വാർഡുകളിൽ ഉണ്ടെങ്കിൽ അത് കൌൺസിലർമാർക്ക് ഉത്തരപ്പെടുത്തണം, ഇല്ല എങ്കിൽ സ്വകാര്യ കെട്ടിടങ്ങൾ എടുത്തുകൊണ്ട് അവിടെ വാടക നഗരസഭ നൽകും. അങ്ങനെയാണ് ഇവിടെ നേരത്തെ ഒരു ഓഡിറ്റർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസായിരുന്നു. ഞങ്ങളുടെ പീരീഡിൽ തന്നെ ഇതൊരു കോൺക്രീറ്റ് കെട്ടിടമാക്കി രൂപീകരിച്ചു. ഇന്ന് ഈ കാണുന്ന ഓഫീസ് രൂപത്തിലല്ല, ഇതൊരു തുറന്ന ഹാളായിരുന്നു. ഞങ്ങൾ ഈ സ്ഥലം കണ്ടെത്തി ഇത് പാർട്ടീഷൻ ചെയ്തിട്ടാണ് ഇവിടെ ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഓഫീസാക്കി ഇതിനെ മാറ്റിയത്. അതിനുശേഷം 7 വർഷം മുന്നോട്ട് പോവുകയാണ്. 5 വർഷക്കാലം LDFന്റെ കൌൺസിലറായിരുന്ന ശ്രീമതി ബിന്ദു കൌൺസിലറായിരുന്നു. അത് കഴിഞ്ഞ് BJPയുടെ കൌൺസിലറായിരുന്ന ശ്രീ മധുസൂദനൻ നായർ കൌൺസിലറായിരുന്നു.
അപ്പൊ ഇത്രയും വർഷക്കാലം ഇല്ലാത്ത അസൗകര്യവും ബുദ്ധിമുട്ടും എന്താണ് MLA ഇവിടെ തുടരുന്നത് കൊണ്ട് മാഡത്തിനുണ്ടാകുന്നത്? ഇപ്പൊ ഞാനിപ്പോ എന്നെ നേരിട്ട് കണ്ടപ്പോഴും ചോദിച്ചതാണ്. അവിടെ കൌൺസിലർ ഓഫീസ് പ്രവർത്തിക്കുന്നത് കൊണ്ടോ ഇവിടെ MLA ഓഫീസ് പ്രവർത്തിക്കുന്നത് കൊണ്ടോ ഒരു തകരാറും ഇതുവരെ സംഭവിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കാനും പോകുന്നില്ല. കാരണം രണ്ടുപേരും ജനപ്രതിനിധികളാണ്. ജനങ്ങൾ ഞങ്ങളെ കാണാൻ വരുന്നത് വിവിധ ആവശ്യങ്ങൾക്കാണ്. അത് പറയാനും അവരെ കേൾക്കാനും ഉള്ള ഒരു സ്ഥലം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൌൺസിലറെ കാണാൻ വരുന്നവർ MLA ഓഫീസിൽ കയറിയതെന്ന് പറഞ്ഞ് ഞാൻ വേറെ ഇറക്കി വിടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ MLA കാണാൻ വരുന്നവർ അപ്പുറത്ത് പോകുന്നതുകൊണ്ട് ഇതുവരെ അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ശ്രീലേഖ പറയുന്നൊരു കാര്യം, താങ്കൾക്ക് അത് കൌൺസിൽ അത് നിയമപരമായിട്ട് കൈമാറിയിട്ടുണ്ട് എന്ന് അത് രേഖകൾ പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതായത് നിയമപരമായി കൈമാറിയ നേരത്തെ സംശയം കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. ഈ സാധ്യതയില്ല എന്ന് കൂടി അല്ല, അത് നമുക്ക് കോർപ്പറേഷൻ ഭരണസമിതിയുടെ ആളാണല്ലോ, സ്വാഭാവികമായിട്ടും അതവിടെ പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഞങ്ങൾക്ക് കൃത്യമായി കൌൺസിൽ ഡിസിഷൻ ഉണ്ട്. അത് പ്രകാരം വാടക നിശ്ചയിച്ചിരുന്നത് കോർപ്പറേഷനാണ്. ആ വാടക നമ്മൾ അടച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് വ്യക്തത കുറവില്ല. ഏതെങ്കിലും കോർപ്പറേഷന്റെ ഒരു ഓഫീസിൽ 7 വർഷക്കാലമായിട്ട് ഈ പറയുന്ന രേഖകളൊന്നും ഇല്ലാതെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ അത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. മാത്രമല്ല, ഒരു സഹോദര സ്ഥാനത്ത് നിന്നാണ് സംസാരിച്ചത്. പിന്നീട് പ്രശാന്താണ് പിന്നീട് വളരെ പരുഷമായ വാക്കുകൾ സംസാരിച്ചത്. പ്രശാന്ത് റെക്കോർഡിംഗുകൾ വോയിസുകൾ പുറത്തുവിടട്ടെ എന്നും ശ്രീലേഖ പറയുന്നുണ്ട്. അല്ല, നമ്മളിപ്പോ നേരിട്ട് സംസാരിച്ച ആ വിഷയം പറഞ്ഞല്ലോ. ശ്രീലേഖ അവർ ചേച്ചി എന്ന നിലയ്ക്ക് ഞാനും ചേച്ചി തന്നെ അഭിസംബോധന ചെയ്തു. അപ്പൊ ഞാനും വളരെ സ്നേഹത്തോടു കൂടി കൌൺസിലർ MLA വിളിച്ചിരിക്കുന്നു. വളരെ സന്തോഷം, എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച്. പക്ഷെ വിഷയം ഒഴിയണമെന്നുള്ള രീതിയിലേക്ക് മാറുമ്പോ എന്ത് പറയണം? ഒരു യാചനയുടെ സ്വഭാവമായിരുന്നു, അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ യാചന സ്വീകരിച്ചുകൊണ്ട് നാളെ തന്നെ ഞാൻ പെട്ടിയും പ്രമാണം എടുത്തുകൊണ്ട് ഇവിടുന്ന് പോണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. മറ്റൊന്ന്, താങ്കൾ MLA ആണ്, താങ്കൾക്ക് ഈ മണ്ഡലത്തിൽ എവിടെയെങ്കിലും സ്പേസ് കിട്ടും. പക്ഷെ കൌൺസിലർക്ക് ഇവരുടെ വാർഡിൽ മാത്രമേ സ്പേസ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു ആവശ്യം കൂടി അവർ പറയുന്നത്, ആ ന്യായം പറയുന്നുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഞാൻ അതാണ് നിങ്ങളോട് സൂചിപ്പിച്ചത്. കഴിഞ്ഞ 10 വർഷവും കൌൺസിലർമാർക്കില്ലാത്ത പ്രയാസം ഇപ്പോൾ എങ്ങനെ വരുന്നു? അവിടെ കൌൺസിലർ ഓഫീസും ഇവിടെ MLA ഓഫീസും പ്രവർത്തിക്കുന്നത് കൊണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ആളുകൾ ഇരുന്നിട്ട് പോലും ഒരു പ്രയാസവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ചോദ്യത്തിന് തന്നെ സാങ്കത്യമില്ല. ഇനി കാലാവധി കഴിയട്ടെ, അത് നമുക്ക് ആലോചിക്കാം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നഗരത്തിന് ഈ വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാണിത്. ആ പ്രധാന കേന്ദ്രത്തിൽ ഓഫീസ് എടുക്കണമെന്നുള്ളത് കൊണ്ടാണ് ശാസ്ത്രമംഗലത്ത് എടുത്തത്. കാരണം നമ്മുടെ 26 വാർഡുകളിലെയും ആളുകൾക്ക് വരാനുള്ള ഗതാഗത സൗകര്യം, വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, ഇതെല്ലാം നോക്കിയിട്ടാണല്ലോ ഓഫീസ് എടുക്കേണ്ടത്. അതേപോലെയാണ് ഒരു കോർപ്പറേഷൻ കൌൺസിലർക്കുള്ള കാര്യങ്ങൾ വരുന്നത്. താങ്കൾ നിലവിൽ മെയ് 10 വരെയും ഇതിന്റെ കാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടറി കത്ത് നൽകിയിട്ടുണ്ടോ? അതെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഇനി കിട്ടാൻ സാധ്യതയുണ്ടോ? അതല്ല, അത് അവർ തീരുമാനിക്കട്ടെ. അത് അങ്ങനെ കൊടുക്കേണ്ടതില്ല എന്നാണ് അവർ നഗരസഭ തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ആ സമയത്ത് നമുക്ക് നിയമപരമായിട്ടും ഒക്കെ നോക്കാം. നിലവിൽ മാർച്ച് മാസം 31 വരെ കാലാവധിയാണ്. അതായത് ഫിനാൻഷ്യൽ ഇയറിലാണ് അതിന്റെ നീട്ടി തന്നിട്ടുള്ളത്. അത് ആ സമയത്ത് വരെ ഉണ്ട്. അല്ല, ഫോൺ സംഭാഷണത്തിൽ മാഡം പറഞ്ഞതും ഞാൻ പറഞ്ഞതും ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതില് ഞാൻ പറയാത്ത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രശ്നത്തിന്റെ കാര്യമില്ല. നേരത്തെ പറഞ്ഞല്ലോ, യാചനാസ്വരത്തിലെങ്കിലും ഓഫീസ് ഒഴിയണമെന്ന് ശ്രീലേഖ മാഡം എന്നോട് ആവശ്യപ്പെട്ടു. പറ്റില്ല എന്ന് ഞാനും പറഞ്ഞു. അത് വളരെ ക്ലിയർ ആണ്. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. കോർപ്പറേഷന്റെ നോട്ടീസ് കിട്ടിയാലും ഞാൻ പറയുന്നത് മാർച്ച് മാസം 31 വരെ ഞങ്ങൾ ഒഴിയാൻ തീരുമാനിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് കോർപ്പറേഷൻ കൌൺസിൽ പുതുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് അപ്പൊ നേരിടാം. മേയറായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഓഫീസ് ഉപയോഗിക്കാമായിരുന്നു എന്നുള്ളൊരു വാചകം പറഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ടാണ് ഈ ശബ്ദരേഖ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുന്നത്. അല്ല, അത് അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു മുൻ മേയറായിരുന്ന ഒരാളാണ് ഇപ്പൊ MLA ആയിരിക്കുന്നത്. MLAക്ക് സ്വാഭാവികമായിട്ടും പ്രിവിലേജ് ഉണ്ട്. അപ്പോൾ ആ ഒരു കൌൺസിലർ വിളിച്ച് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. കൌൺസിലർക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അത് കോർപ്പറേഷൻ മേയർ വഴി സെക്രട്ടറി അറിയിച്ച് ഒഴിയണമെന്നുള്ള നോട്ടീസ് തന്നാൽ മതിയല്ലോ. എങ്കിൽ